പൊതുവിദ്യാഭ്യാസ വകുപ്പും കോട്ടയം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ പദ്ധതിയാണ് വന്ദനം. ഈ പദ്ധതിയുടെ ഭാഗമായി പൊൻകുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി കായിക പരിശീലന പരിപാടി ആരംഭിച്ചു. കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ലഹരി ഉപയോഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തി നാടൻ കളികളിൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ഒരാഴ്ചയായി പൊൻകുന്നം ഗവൺമെന്റ് സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നുവരുന്നുണ്ട്. ഇന്ന് കാരംസ്, ചെസ് പരിശീലനത്തോടൊപ്പം കിളിത്തട്ടുകളിയും പരിശീലിപ്പിച്ചു. വളരെയേറെ ഉത്സാഹത്തോടെയാണ് കുട്ടികൾ കളികളിൽ പങ്കെടുക്കുന്നത്. ഒഴിവ് സമയങ്ങളിൽ നാടൻ കളികളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധയെ മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് കോർഡിനേറ്റർ രാജേഷ് കെ രാജു പറഞ്ഞു. സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വന്ദനം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഒപ്പം രചനാ മത്സരങ്ങളും കുറേ നാടൻ കളികളും, അതായത് നമ്മുടെ നാട്ടിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന നാടൻ പന്ത് കളി, കിളിത്തട്ടുകളി, അങ്ങനെയുള്ള, അതായത് കുട്ടികൾ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗവും ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗത്തിൽ നിന്നൊക്കെ മാറുന്നതിനായിട്ട് അവർ കൂടുതൽ ഈ നാടൻ കളികളിലൊക്കെ എൻഗേജഡ് ആകാനായിട്ട് അവരുടെ നാട്ടിലും ഇതുപോലുള്ള കൂട്ടുകാരൊക്കെ കൂടി ഒഴിവു സമയങ്ങളിലൊക്കെ പണ്ട് ഇങ്ങനെയുള്ള കളികളുണ്ടായിരുന്നു, കിളിത്തട്ട് കളിയൊക്കെ. അപ്പം അതിനൊരു പരിശീലനം കൊടുക്കുക, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ് ഇന്നിവിടെ നടന്നത്. കുട്ടികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആണ് ഇതിലെല്ലാം പങ്കെടുത്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ പഞ്ചായത്തും ചേർന്ന് ആവിഷ്കരിച്ച വന്ദനം പദ്ധതിയുടെ ഭാഗമായുള്ള കായിക പരിശീലന പരിപാടി തുടർന്ന് കൊണ്ടുപോകുമെന്ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് രജനി MC പറയുന്നു. നമ്മുടെ കുട്ടികളിൽ കായിക പരിശീലനം, ഇപ്പം അന്യം നിന്ന് പോയ കിളികളി, ഇന്നിപ്പം നാടൻ കളികളായ കിളികളി, അതുപോലെ ചെസ്സ്, ക്യാരംസ്, ഇങ്ങനെയുള്ള കുറേയധികം നാടൻ കളികൾ ഇന്ന് പരിശീലിപ്പിക്കുകയാണ് കായിക പരിശീലനം. അപ്പോൾ ആ കായിക പരിശീലനത്തിലൂടെ കുട്ടികളിലേക്ക് ഒരു ലഹരിയുടെ, അല്ലെങ്കിൽ കളിയാണ് ലഹരി എന്ന ഒരു ഇതിലേക്ക് അവർ കളിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ സ്കൂൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരാഴ്ചയായിട്ട് ഓരോ പ്രോഗ്രാമുകളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയ കിളികളിയിലാണെന്ന് തോന്നുന്നു. അതായത് ഏതാണ്ട് 90 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നാടൻ കളി അത് ഇന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാനും കളിക്കാനും കുട്ടികൾക്ക് കൂടുതൽ താല്പര്യമുള്ളതായിട്ട് തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.